ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന കാർവ് എയർഡ്രോപ്പ് എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്. ബനാനയുടെ എയർഡ്രോപ്പ് ഒന്നുമല്ല, ബനാനന്റെ ഡെവലപ്പറായിട്ടുള്ള കാർവ് എന്ന് പറയുന്ന ടോക്കണിന്റെ ക്ലെയിം ആണ്. നമ്മൾ ഏകദേശം 2 മാസം മുൻപ് ബിനാൻസ് വെബ്3 ചെയ്ത ടാസ്കുകളുടെ റിവാർഡാണ് നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നത്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, 2 മാസം മുൻപ് നമ്മൾ ചെയ്ത വീഡിയോ ആണ്. അതിൽ ആകെ കണ്ടത് 3200 പേര് മാത്രമാണ്. അതിൽ ഒരു 320 ആൾക്കാരെങ്കിലും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും കുറഞ്ഞത് 320 ആൾക്കാരെങ്കിലും, അതിൻ്റെ 10% എങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡീസൻറ്റ് എയർ ഡ്രോപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കിടിലൻ എയർ ഡ്രോപ്പ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് പ്രൈസാണ്. കാരണം 0.46 മാത്രമാണ് പ്രൈസ്. ഇപ്പോൾ ചിലപ്പോൾ തോന്നാം ഇതുപോലെ $50 അടുത്ത് വരെ പ്രൈസ് വന്നിട്ടുണ്ട് ലിസ്റ്റിംഗ് തന്നെ. അതും ഏകദേശം സ്റ്റേബിളാണ്. നമ്മളിപ്പോൾ ഒരു 30 മിനിറ്റ് വിൻഡോ ഇട്ട് നോക്കുകയാണെങ്കിൽ വലിയ ഡംപൊന്നുമില്ല, ചെറുതായിട്ട് അപ്പ് സൈഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് വൈസ് ആയിട്ടാണ് മൂവ്മെൻറ്റ്. വളരെ ഡൗൺ സൈഡും അല്ല, വളരെ അപ്പ് സൈഡും അല്ല, അങ്ങനെ ഒരു സൈഡ് വൈസിലേക്കാണ് മൂവ്മെൻറ്റ് ഉള്ളത് നിലവിൽ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇനി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യാൻ സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എത്ര ഉള്ളൂ, ഈ പ്രൈസ് എന്ന് പറയുന്നത് ഡീസൻറ്റ് പ്രൈസ് മാത്രമാണല്ല, അത് ഹൈ പ്രൈസോ ഹൈ വാല്യൂഡ് ഒന്നും അല്ല. ഏകദേശം ഒരു മീഡിയം വാല്യുവേഷനിലാണ് ലിസ്റ്റ് ആക്കിയിരിക്കുന്നത്. ഹൈ വാല്യുവേഷനിൽ ലിസ്റ്റ് ആക്കിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സെല്ല് ചെയ്യുന്നതോറും ഏകദേശം ഭയങ്കരമായ ഡംപ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും നമുക്ക് ഈ ഒരു പ്രൈസ് കുറയുന്നത് തന്നെയാണ് കാണാൻ പറ്റുക. കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ ആയിരിക്കും, കാരണം ഒരുപാട് ആൾക്കാർ ക്ലെയിം ചെയ്യും, അവർ സെല്ല് ചെയ്യും. അപ്പോൾ ആ സെല്ലിംഗ് പ്രഷർ കഴിയുന്നവരെ ഒരു ചെറിയ ഡൗൺ സൈഡ് മൂവ്മെന്റ് തന്നെ ആയിരിക്കും ഈ ടോക്കൺ ഉണ്ടാവുക. അത് ഏതൊരു ടോക്കണും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ നല്ല ടോക്കൺ ആണെങ്കിൽ അവിടെ നിന്നും അപ്സൈഡ് മൂവ്മെന്റിലേക്ക് തിരിച്ചു വരികയും പ്രൈസ് കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കൂടും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു ടോക്കണാണ് കാർവ്. കാരണം ഒരു ഗെയിമിംഗ് ടോക്കണാണ്, ഗെയിമിംഗ് ഡെവലപ്പറാണ്, ബേസിലാണ് ലിസ്റ്റ് ആക്കിയിരിക്കുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ ഇതേറിയം ലെയർ 2 ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ 0.6 വരെ ഏറ്റവും ഹൈ പോയിട്ടുണ്ട്. ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നോ നാളെയോ അല്ല, കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനു മുമ്പ് ചിലപ്പോൾ ബ്രേക്ക് ചെയ്തേക്കാം. എന്തായാലും നമ്മളുടെ ഈ ഒരു കോയിൻ നല്ല രീതിക്ക് പെർഫോം ചെയ്യും എന്ന കാര്യത്തിലൊരു സംശയം വേണ്ട. കാരണം ഇനി വരുന്ന ബുൾ റണ്ണിലും ഗെയിമിംഗ് ടോക്കൺസ് നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യും എന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൽ പെടുന്നൊരു ടോക്കണാണ് കാർവ്. കാരണം നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ കുറഞ്ഞ ടോക്കൺസ് ആണെങ്കിൽ പോലും ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക, മുഴുവനായിട്ടും സെല്ല് ചെയ്യരുത് എന്നാണ് എൻ്റെ നിലവിലെ റെക്കമെൻഡേഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പ്രൈസിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് PC യൂസ് ചെയ്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ക്ലെയിം ചെയ്യാം. ഞാൻ ആദ്യം മൊബൈൽ യൂസ് ചെയ്ത് കാണിച്ചു തരാം, കാരണം മെജോറിറ്റി ഓഫ് യൂസേഴ്സും യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ആയിരിക്കും. ആൻഡ്രോയിഡ് ആണെങ്കിലും iOS ആണെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. ഒരുപാട് മെത്തേഡ് ഫോണിൽ തന്നെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബിനാൻസ് വെബ്3 വാലറ്റ് യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷേ അപ്പോൾ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്ക് എറർ വരാനും കണക്ട് ആവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സൈറ്റിലേക്ക് വരിക. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമിൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ക്രോം ബ്രൗസറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെസ്ക്ടോപ്പ് മോഡ് സപ്പോർട്ട് ചെയ്യുന്ന ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 2-3 പ്രാവശ്യം വെരിഫൈ ചെയ്ത് കഴിഞ്ഞതാവും. ഓക്കെ, എൻ്റെ ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, കണക്റ്റ് വാലറ്റ് കൊടുക്കുക. ഓക്കെ, കണക്റ്റ് വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് വാലറ്റാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. നമുക്ക് കണക്ട് ചെയ്യേണ്ട ഏതാണ്, ബിനാൻസ് വെബ്3 വാലറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിനാൻസ് വെബ്3 വാലറ്റ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വാലറ്റ് കണക്ട് ചെയ്യുന്ന പറയുന്ന ഓപ്ഷൻ കാണാം. വാലറ്റ് കണക്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, വാലറ്റ് കണക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു QR കോഡ് കിട്ടും. ഇത് ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ആക്കിയാൽ മാത്രമേ വരുള്ളൂ. ഓക്കെ, ആ കാര്യത്തിനാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കാൻ പറഞ്ഞത്. അത് ഓൺ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇതൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക. കുറച്ച് സൂം ചെയ്തിട്ട് എടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. സൂം ചെയ്യാൻ എനിക്ക് എന്തായാലും പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ അപ്പോൾ സൂം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സൂം ചെയ്തിട്ട് എടുത്താൽ അത്രയും നല്ലത്. ഓക്കെ, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബിനാൻസിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബിനാൻസ് വെബ്3 വാലറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വാലറ്റ് സെക്ഷനിലേക്ക് വരിക, വെബ്3ലേക്ക് കയറുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെബ്3ലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്3 വാലറ്റ് ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട അത്രേ ഉള്ളൂ, മോർ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കണക്റ്റഡ് ഡി ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. രണ്ടാമതായിട്ട് ഈ ഓപ്ഷൻസ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിനാൻസിൻ്റെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം പക്കായിട്ട് വർക്ക് ആവുന്നതാണ്. ഇത് കണക്റ്റഡ് ഡി ആപ്സ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആഡ് ന്യൂ കണക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് QR എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണാൻ പറ്റും. ആ സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ സ്ക്രീൻഷോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കൺഫേം ചെയ്യാൻ വരും. ജസ്റ്റ് എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ സൈൻ എന്ന് പറഞ്ഞു വരും. ഇത് സൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ ചോദിക്കും, ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റോ എന്താണ് നിങ്ങൾ വെച്ചത് അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്താലാണ് കറക്റ്റായിട്ട് 1 ടൈം തന്നെ കണക്ട് ആവുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിനാൻസ് വെബ്3 വാലറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് കണക്ട് ആക്കാം. അങ്ങനെ വരുമ്പോൾ ഈ സൈൻ റിക്വസ്റ്റ് പലർക്കും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാലറ്റ് കണക്റ്റിൽ നമ്മുടെ എയർ ഡ്രോപ്പിൻ്റെ സൈറ്റ് കണക്ട് ആയത് കാണാൻ പറ്റും, വാലറ്റ് കണക്ട് എന്ന് പറയുന്ന സെക്ഷനിൽ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് നമ്മുടെ ക്രോമിലേക്ക് തന്നെ പോവാം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ടോപ്പ് കോർണറിൽ നമ്മുടെ വാലറ്റ് ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമ്മളുടെ ചെക്ക് യുവർ അലോക്കേഷൻ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ കൺഗ്രാറ്റ്സ് എന്ന് പറയുന്ന ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആവണമെങ്കിൽ ബിനാൻസിൻ്റെ വെബ്3 എയർഡ്രോപ്പിൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, അത് കണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് മാത്രമാണ് എലിജിബിലിറ്റി ഉള്ളത്, അല്ലാത്തവർക്കൊന്നും എലിജിബിലിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ നോഡൊക്കെ പർച്ചേസ് ചെയ്യണം. നോഡൊന്നും നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. 7 മാസം മുൻപ് ഞാൻ നോഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ബോണസ് എനിക്ക് ഉറപ്പായിട്ടും കിട്ടും. ചെറിയ ബോണസ് മാത്രമാണ്, അതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. നോഡ് പർച്ചേസ് ചെയ്തതിന് ശരിക്കും വെർത്തായുള്ള റിവാർഡ് കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്തായാലും നോഡോ കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ബിനാൻസ് വെബ്3ൻ്റെ ആ ഒരു എയർഡ്രോപ്പിൽ പങ്കെടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അലോക്കേഷൻ കിട്ടുകയും ചെയ്യും. അതിനായിട്ട് ക്ലെയിം യുവർ കാർവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പേജിൽ ടോട്ടൽ അലോക്കേഷൻ കാണാൻ പറ്റും. 139.34 കാർവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 90 to 100 ടോക്കൺസ് നിങ്ങൾക്ക് ബിനാൻസ് വെബ്3 വാലറ്റിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. ലീഡർ ബോർഡിനനുസരിച്ച് എനിക്ക് 10 ടോക്കണാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ലീഡർ ബോർഡിൽ വന്നുകൊണ്ട് തന്നെ എനിക്ക് 10 ടോക്കണാണ് ഇതിന് എക്സ്ട്രാ കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് എന്നെക്കാളും മാക്സിമം കുറയുന്നത് 10 ടോക്കൺ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 90 ടോക്കണെങ്കിലും മിനിമം 80 എങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചെക്കിനും ഡെയിലി ടാസ്കുകളും അതുപോലെ തന്നെ വീക്ക്ലി ടാസ്കുകളും എല്ലാം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 80 ടോക്കൺസ് എങ്കിലും മിനിമം കിട്ടിയിട്ടുണ്ടാവും. നമ്മൾക്കിപ്പോൾ 2 ഓപ്ഷനാണ് നിലവിലുള്ളത്. ഞാൻ എന്തായാലും ഇത് കുറച്ച് വലുതാക്കി കാണിക്കാൻ വേണ്ടി ഇനി PC-യിൽ കാണിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും PC-യിലും എൻ്റെ വാലറ്റ് കണക്ട് ചെയ്യാണ്. നിങ്ങൾ നോക്കി ചെയ്യുക. PC-യിൽ ചെയ്യുന്നവർ എന്ത് ചെയ്യുക? കണക്ട് വാലറ്റ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വാലറ്റ് കണക്ട് വരും, വാലറ്റ് കണക്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ബിനാൻസ് വെബ്3 വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ QR കോഡ് സ്കാനർ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഒരു QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ സ്കാൻ ചെയ്തു, കൺഫേം കൊടുത്തു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മുഴുവൻ ടോക്കൺസ് ക്ലെയിം ചെയ്യാം. അതിനുവേണ്ടി ക്ലെയിം ടു യുവർ വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെബ്3 വാലറ്റ്, ബിനാൻസ് വെബ്3 വാലറ്റിലേക്കാണ് വരിക. അതുപോലെ തന്നെ നമ്മുടെ ബേസ് നെറ്റ്വർക്കിലാണ് ഇത് വരിക. അതുകൊണ്ട് തന്നെ ഇതേറിയമായിട്ട് നമുക്ക് കുറച്ച് ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്? കൺഫേം കൊടുക്കുകയാണ്. കൺഫേം കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിനാൻസ് വെബ്3 വാലറ്റിൽ അതിൻ്റെ പോപ്പപ്പ് വരുന്നതാണ് കൺഫർമേഷൻ. അപ്പോൾ ഈ കൺഫർമേഷനിൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം 0.01 USDT ചിലവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ₹1 മാത്രമാണ് നമുക്ക് ചിലവ്. 1.5 രൂപയാണ് ഇന്ത്യൻ റുപ്പിയിൽ നോക്കുകയാണെങ്കിൽ. ഇവിടെ ഏറ്റവും കുറവ് 0.01 വരെ കാണിക്കുള്ളൂ, അതുകൊണ്ടാണ് 0.1 വരെ കാണിക്കുന്നത്. ശരിക്കും 0.01 USDT പോലും ചിലവില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ രൂപയിൽ 1.5 രൂപ നമുക്ക് ആവശ്യമാണ് ഈ ഒരു ക്ലെയിം നടത്തണമെങ്കിൽ. വെറും 1.5 രൂപ, ₹1.50 നമുക്ക് വേണ്ടത്. പക്ഷേ നമുക്ക് ഇതുവരെയും ഇങ്ങോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ മിനിമം വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ മിനിമം ഡെപ്പോസിറ്റ് എങ്കിലും ചെയ്താൽ മാത്രമാണ് നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും ഇതുവരെയും ഇല്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ക്ലെയിം ചെയ്യുന്നില്ല, ക്യാൻസൽ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ റിസീവ് കൊടുക്കുക. ഓക്കെ, റിസീവ് കൊടുത്തതിന് ശേഷം ETH എന്ന് സെർച്ച് ചെയ്യുക. ETH. ഓക്കെ, ETH കൊടുത്തു കഴിഞ്ഞാൽ ഇതേറിയം വരും. ഇതിൽ നമ്മൾ ബേസ് നെറ്റ്വർക്കാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ബേസ് നെറ്റ്വർക്കിലാണ് നമ്മളുടെ കാർവ് എയർഡ്രോപ്പ് ക്ലെയിം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബേസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതേറിയം BOB ഉണ്ട്, ഇതേറിയം തന്നെ ഉണ്ട്, അതുപോലെ തന്നെ സ്ക്രോളിൻ്റെ ഉണ്ട്, ZK ലിങ്കിൻ്റെ ഉണ്ട്, കുറേ എണ്ണം ഉണ്ട്, മാൻ്റെ ഉണ്ട്, സൈബർ ഉണ്ട്. കുറേ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേസ് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഈ നെറ്റ്വർക്ക് മാറിപ്പോരുത്. ബേസ് ഇതേറിയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ബേസ് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കോപ്പി ചെയ്തു. ആ ഒരു ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ്റെ ഗ്യാസ് ഫീ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 3 USDTക്ക് ഞാനിവിടെ ഇതേറിയം വാങ്ങാണ്. ഞാനിവിടെ 0.001 ഇതേറിയം ബൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ കൊടുത്തു. ബൈ കൊടുത്തപ്പോൾ കാണാൻ പറ്റും നമുക്ക് മിനിമം ബൈ ചെയ്യാൻ പറ്റുന്ന ഇതേറിയത്തിൻ്റെ എമൗണ്ട് ബിനാൻസിലെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5 USDT ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്തുകൊണ്ട് ചെറിയ വാല്യൂ ഇതേറിയം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ട്രൈ കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി 3 USDT കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ 0.001 ഇതേറിയം കിട്ടും. ഓക്കെ, ട്രേഡ് കൊടുത്തു. അപ്പോൾ നമ്മളുടെ ഇതേറിയം ഇവിടെ വാലറ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേറിയം വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് വിഡ്രോ ചെയ്യാണ്. ഇതേറിയം ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ വിഡ്രോ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നെറ്റ്വർക്ക് കൊടുത്തു. നെറ്റ്വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലെ അഡ്രസ്സോ നെറ്റ്വർക്ക് എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ട്രാൻസാക്ഷൻ റിവേഴ്സിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്കോ ബിനാൻസിനോ ചെയിനിനോ ഒന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ആ ടോക്കൺസ് മുഴുവനായിട്ടും പോവും, ലോസ്റ്റ് ആയി പോവും. പിന്നീട് ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും നെറ്റ്വർക്കോ അഡ്രസ്സോ മാറ്റരുത്. ഓക്കെ, മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടോക്കൺസ് കിട്ടില്ല, ലോസ്റ്റ് ആയി പോകും. ഓക്കെ, അതിനുശേഷം ചെയിൻ എന്ത് ചെയ്യുന്നു? ബേസ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ മിനിമം വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.0005 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിനിമം 0.0005 ഇതേറിയമെങ്കിലും വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് വിഡ്രോ അടിക്കാൻ പറ്റുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, 0.0005. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ കാണാൻ പറ്റും. കാരണം 1.20 USDT മാത്രമാണ്. നിങ്ങൾ നോക്കേണ്ട കാര്യം ചെറിയൊരു ഗ്യാസ് ഫീ ഇവിടെ വരുന്നുണ്ട്. 0.405 ഇതേറിയം നമുക്ക് ഗ്യാസ് ഫീ ആയിട്ടും കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതിനുശേഷം വിഡ്രോ കൊടുത്തു. വിഡ്രോ ചെയ്ത് ഏകദേശം 2-3 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ ഇതേറിയം വെബ്3 വാലറ്റിൽ എത്തിക്കഴിഞ്ഞു.
നിങ്ങൾക്ക് കാണാൻ പറ്റും $2.86. ബാക്കി ഗ്യാസ് ഫീ കുറച്ച് പോയിട്ടുണ്ട്. ബേസ് നെറ്റ്വർക്കിലാണ് നമ്മുടെ ഇതുവരെയുള്ളത്. അപ്പോൾ എല്ലാം കറക്റ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഫോണ് അല്ലെങ്കിൽ PC എവിടെ നിന്നെങ്കിലും നിങ്ങൾ ഒന്നെങ്കിൽ ഇതുപോലെ ക്ലെയിം കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്ന സ്റ്റേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്ത് ഇപ്പോൾ തന്നെ സെല് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്ത് 2 മാസം കഴിയുമ്പോൾ ബൈ ചെയ്യാം. 2 ഓപ്ഷനും ഉണ്ട്. ഞാനിവിടെ ചൂസ് ചെയ്യുന്ന സ്റ്റേക്കാണ്. സ്റ്റേക്ക് കൊടുത്തു. ഓക്കെ, സ്റ്റേക്ക് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ സ്റ്റേക്കിൻ്റെ റിക്വസ്റ്റാണ് കൊടുത്തത്. സ്റ്റേക്കിനും അതുപോലെ തന്നെ ക്ലെയിമിനും സെയിം ഗ്യാസ് ഫീ ആണ്. ക്ലെയിം ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ തന്നെ ക്ലെയിം ചെയ്യാം, സ്റ്റേക്ക് ചെയ്യേണ്ടവർക്ക് സ്റ്റേക്ക് ചെയ്ത് വെക്കാം. ഏത് ക്ലിക്ക് ചെയ്താലും ഇതുപോലെ റിക്വസ്റ്റാണ് വരിക. എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ റിക്വസ്റ്റ് കൺഫേം ആവുകയും കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. സ്റ്റേക്ക് കൊടുത്തവരാണെങ്കിൽ സ്റ്റേക്ക് ആയിട്ടുണ്ടാവും, ക്ലെയിം കൊടുത്തവരാണെങ്കിൽ നിങ്ങളുടെ Web3 വാലറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റുന്നതാണ്. അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവരും ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് സ്റ്റേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ ഏണിങ്സ് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സെല് ചെയ്യാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും 2 മാസത്തേക്കാണ് സ്റ്റേക്ക് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 9 എൻ്റെ കാർ ടോക്കൺ അൺലോക്ക് ആവുക. ഓക്കെ, അപ്പോൾ സ്റ്റേക്ക് ചെയ്യേണ്ടവർക്ക് സ്റ്റേക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ ഇതുപോലെ ക്ലെയിം ചെയ്തുകൊണ്ട് സെല് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും സ്റ്റേക്കാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ എയർ ഡ്രോപ്സ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.